കണ്ണൂർ പന്നേൻപാറയിൽ മദ്യലഹരിയിൽ മധ്യവയസ്കൻ റെയിൽവേ ട്രാക്കിൽ കിടന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയായി. ട്രെയിൻ മധ്യവയസ്കൻ കിടന്ന ട്രാക്കിന് മുകളിലൂടെ കടന്നുപോയി. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ 24 പുറത്തുവിട്ടിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, വല്ലാത്തൊരു കാഴ്ചയാണല്ലോ അരുൺ ഇത്. ഇയാൾ തലയങ്ങണം പൊക്കിയിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി പോയനല്ലോ. ഗുഡ് മോർണിംഗ്, പറയൂ. SK ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നലെ വൈകിട്ടാണ് 5 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ശരിക്കും അയാൾ ആ ട്രാക്കിൽ ആ നടുഭാഗത്ത് അങ്ങനെ പതിഞ്ഞു കിടന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതായത് അത്ഭുതകരമായ രക്ഷപ്പെടലെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും വൈറലായിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പകർത്തിയ ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത് എന്നാണ് പേര്. ഇവിടെ അതായത് ഈ സ്ഥലത്ത് ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ഈ അവിടുത്തെ പ്രദേശവാസി തന്നെയാണ്. ചേട്ടാ, ശരിക്കും ഇന്നലെ എന്താണ് ഈ സംഭവിച്ചത്? ആ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഉണ്ടായ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഇരിക്കുന്ന സമയത്താണ് ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. ആദ്യം ഞാൻ വെള്ളം വെച്ചായിരുന്നു. അതിനുശേഷം ഞാനും കേൾക്കുന്നുണ്ടായിരുന്നു, ട്രെയിനിൻ്റെ ഹോൺ അത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനും ആളും ഒരേ ലെവലിലാണ് ഉള്ളത്, ട്രാക്ക്. അപ്പം ഞാൻ ആദ്യം വെള്ളം വെച്ചു. ആ സമയത്ത് തന്നെ ഒരു ട്രെയിൻ അടുക്കുന്നതിന് മുന്നേ മൊബൈലെടുത്ത് താഴെ വെച്ച് ഒരൊറ്റ കടന്നു. ആദ്യം ഞാൻ ട്രെയിന് പോകുന്നതിന് മുന്നേ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ബേജാറായതുകൊണ്ട് വീഡിയോ ഓണാക്കാൻ പറ്റില്ലായിരുന്നു. ട്രെയിനിൻ്റെ ഒരു 2-3 ബോഗി പോയതിന് ശേഷമാണ് ഞാൻ ഇത് ഓൺ ചെയ്യുന്നത്. അതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ആദ്യം ചേട്ടൻ ശബ്ദം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു മാറാൻ പറഞ്ഞായിരുന്നു. ഇത് ട്രെയിൻ വരുന്നത് ആ ചേട്ടൻ അടുത്തുനിന്നാണോ കണ്ടത്, അല്ലെങ്കിൽ ദൂരെ തന്നെ കണ്ടിരുമോ? അപ്പോൾ കുറച്ച് ദൂരം നിന്നേ കണ്ടിട്ടുണ്ട്. കുറച്ച് ദൂരം നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. അതിനും ഈ ട്രെയിൻ വരുന്നതിന് മുന്നേ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ അങ്ങനെ കിടക്കാൻ അന്വേഷിച്ചിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല, അറിയില്ല എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കിയിട്ടൊന്ന് ചോദിച്ചു നോക്കാമെന്നുള്ള എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പെട്ടെന്ന് ട്രെയിൻ കണ്ടപ്പോൾ അങ്ങനെ പെട്ടുപോയതല്ല അല്ലേ? അല്ലല്ല, അപ്പം തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. മൊബൈലെടുത്ത് താഴെ വെച്ചിട്ട് കിടന്നത്. ദൃശ്യങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ അത് മദ്യലഹരിയിലാണ് എന്ന തരത്തിലൊക്കെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ എന്താണ് തോന്നിയത്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മദ്യപിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ട്രെയിൻ പോയതിനു ശേഷം അവരെണീറ്റ് നടന്നു പോകുന്നതാണ്. പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടില്ല. വീട് ഇതിനടുത്ത് എവിടെയാണെന്ന് പറയുന്നുണ്ട്. അറിയില്ല എവിടെ വീടെന്ന് അറിയില്ല, ഒന്ന് പോയി നോക്കണം. അതിനുശേഷം പോയി ആരും സംസാരിച്ചിട്ടില്ല? ഇവിടെ ആളൊക്കെ കൂടിയിരുന്നു? ഇല്ല, ആരും ഉണ്ടായില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നിട്ട് വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. ഈ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം ഞാൻ 4 ചങ്ങാതിമാർക്ക് അയച്ചു കൊടുത്തു. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും വിളിക്കുമോ? പോലീസോ അങ്ങനെ എന്തെങ്കിലും വിളിക്കും? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. SK, ഈ ദൃശ്യങ്ങൾ പകർത്തിയ ശ്രീജിത്ത് എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ പോകാം. അത് ആ ഭാഗത്താണ് ഈ സംഭവം നടന്നത്. ആ ഭാഗത്തായിട്ടാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ചേട്ടൻ അവിടെയാണ് നിന്നത്. അവിടുന്ന് ആ ട്രാക്കിൻ്റെ നടുഭാഗത്ത് തന്നെ പതിഞ്ഞ് കിടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ചേട്ടൻ പറയുന്നത്, അതായത് ശ്രീജിത്ത് പറയുന്നത്, അല്പം ദൂരെ നിന്ന് തന്നെ ട്രെയിൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് മാറാതെ അവിടെ കിടന്നതിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തതയില്ല. റെയിൽവേ പോലീസ് ഉൾപ്പെടെ ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് റെയിൽവേ പോലീസ് ഈ കാര്യം ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് അതിൽ അന്വേഷണം ഇപ്പോൾ നടത്തി വരുന്നു എന്നതാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഇയാൾക്കെതിരെ കേസ് ഉൾപ്പെടെ എടുക്കാനുള്ള സാധ്യതയും എന്തായാലും കാണുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് റെയിൽവേ പോലീസ് കടക്കാനുള്ള സാധ്യതയാണുള്ളത്. SK. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ അമ്പരപ്പോടെ മാത്രമേ നമുക്ക് ആ ദൃശ്യം കാണാൻ പറ്റൂ. ഓടുന്ന ട്രെയിനടിയിൽ റെയിൽപ്പാളത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ആരും അനുകരിക്കരുത്, ദയവ് ചെയ്ത്. വലിയ അപകടമാണ്. ശരിക്കും ട്രെയിൻ പോയെന്ന് കരുതി ജസ്റ്റ് ഒന്ന് തല പൊക്കിയിരുന്നെങ്കിൽ എല്ലാം കഴിഞ്ഞേനെ. അപ്പോൾ അതുകൊണ്ട് ആരും ഈ ദൃശ്യം അനുകരിക്കാൻ പാടില്ല.